ഹൈബ്രിഡ് ജർബറ പ്ലാന്റ്സുകളുടെ ഒരു കിഡിലൻ കോംബോ ഓഫർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈബ്രിഡ് ജർബറ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത, ഇവ സീഡിൽ നിന്നും എടുത്ത പ്ലാന്റ്സ് ആണെങ്കിലും നമുക്ക് അടിയിൽ നിന്നും തൈകൾ പൊട്ടിമുളച്ച് വരും. അത് മാറ്റി നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവയുടെ കളേഴ്സ് നല്ല മിക്സഡ് കളേഴ്സ് ആയിരിക്കും. മറ്റേത് നമുക്ക് നോർമൽ നാടൻ വെറൈറ്റിയിലാകുമ്പോൾ കുറഞ്ഞ കളേഴ്സേ ഉണ്ടാവുള്ളൂ. ഇതൊരു 20-ൽ കൂടുതൽ കളേഴ്സിൻ്റെ സീഡിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തുണ്ടാക്കിയ പ്ലാന്റ്സുകളാണ് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ സിംഗിൾ കളേഴ്സ് മാത്രമല്ല, ഡബിൾ കളേഴ്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ ഈ പ്ലാന്റും ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ അറിയാം ഇതിലൊക്കെ ഒരു ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്തതിൻ്റെ ഇങ്ങനെ കുത്ത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടിവളങ്ങൾ കൂടുതൽ കൊടുക്കുന്നതിന് പകരമായിട്ട് ഇത്തരം പ്ലാന്റ്സുകൾക്കൊക്കെ ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് NPK, അതുപോലെ മൈക്രോ ന്യൂട്രിയൻറ്റ്, ഇതുപോലുള്ള ഫെർട്ടിലൈസറുകൾ മാസത്തിൽ 1-2 തവണ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേയിങ് കൊടുക്കുന്നതാണ് ഇതുപോലെ നല്ല ഭംഗിയിൽ വലിയ പൂക്കൾ ഉണ്ടാകുന്നതിനും പ്ലാന്റ് നല്ല ഹെൽത്തി ആയി നിൽക്കുന്നതിനൊക്കെ ഏറ്റവും ഗുണകരം. ഇതുപോലുള്ള സീഡ്ലിംഗ് പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. 5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള പ്ലാന്റുകളായിരിക്കും. അത് നമ്മൾ ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കളേഴ്സ് കൺഫേം ആയിരിക്കില്ല. സീഡ്ലിംഗ് ട്രേകളിലാണ് പ്ലാന്റുകൾ പിടിപ്പിച്ചിരിക്കുന്നത്. ട്രേയോട് കൂടിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ ട്രേ പതുക്കെ ഒഴിവാക്കിയ ശേഷം റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് ദിവസം ഇതേപോലെ ആ ട്രേയിൽ തന്നെ നിങ്ങൾക്ക് വെച്ച് നിങ്ങളുടെ ക്ലൈമറ്റിനോടൊക്കെ ഒന്ന് റെഡി ആയതിൻ്റെ ശേഷം പതുക്കെ റിപ്പോർട്ട് ചെയ്താലും മതിയാകും. പ്ലാന്റ് സൈസിൻ്റെ കൂടെ റേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 5 പ്ലാന്റ്സിന് 475 രൂപയും 10 പ്ലാന്റ്സിന് 900 രൂപയുമാണ്. ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് കേരളത്തിൽ എവിടെയായാലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴി അയച്ചു തരുന്നത്. ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുന്നത് കൊണ്ട് തന്നെ പ്ലാന്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓഫീസിൽ പോയി കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ കളക്ട് ചെയ്യരുത്. നിങ്ങൾക്കത് ഹോം ഡെലിവറി ആയിട്ട് കിട്ടണം എന്നുള്ളത് ഒരു റൂളുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് അറിയിക്കേണ്ടതാണ്. ജർബറ പ്ലാന്റ്സിന് പോട്ടി മിക്സ് ആയിട്ട് കൊടുക്കാൻ ഏറ്റവും നല്ലത് ചകിരിച്ചോറും അല്പം മണ്ണും ചേർത്തൊരു പോട്ടി മിക്സ് ആയിരിക്കും. വളം വേണമെങ്കിൽ ഒരല്പം നല്ല ഉണക്കമുള്ള ചാണകപ്പൊടി മാത്രം ചേർക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജൈവിക കമ്പോസ്റ്റ്. കൂടുതൽ അടിവളങ്ങളൊന്നും ജർബറ പ്ലാന്റിന് കൊടുക്കേണ്ടതില്ല. ഞാൻ വീഡിയോയുടെ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നു, ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് പെട്ടെന്ന് വേണ്ട. പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആയി ഒരു 1 month ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഓവർ വാട്ടറിങ് ആവാതെ ശ്രദ്ധിക്കണം. കൂടുതൽ വെള്ളം നനച്ച് കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ലീഫിനൊക്കെ ഡാമേജ് വന്ന് ചീച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നനവ് കുറയുന്നതിനനുസരിച്ച് മാത്രം നനവ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.